ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 27 നക്ഷത്രങ്ങളിൽ വിവാഹത്തിന് പരസ്പരം ചേർക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച്. അത് നമുക്ക് അശ്വതി മുതലുള്ള ആദ്യം തുടങ്ങാം. അശ്വതി നക്ഷത്രത്തിന് പ്രതികൂലമായുള്ള നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക, മകയിരം, വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നാളുകാർ പ്രതികൂലങ്ങളാണ്. ഇനി നമ്മൾക്ക് അടുത്തത് നോക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ്. ഭരണി നക്ഷത്രത്തിന് പ്രതികൂലമുള്ളത് നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി, തിരുവാതിര, പൂയം, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ പ്രതികൂലങ്ങളാണ്. ഇനിയിപ്പോൾ കാർത്തിക നാളിനെ കുറിച്ച് നോക്കാം. മകയിരം, ഉണർദം, ആയില്യം, അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ അനിഴം, തൃക്കേട്ട, പൂരാടം, ഉത്രാടം എന്നീ നാളുകൾ പ്രതികൂലമാണ്. ഇനി രോഹിണി നക്ഷത്രത്തിനെക്കുറിച്ച് നമ്മൾക്ക് നോക്കാം. രോഹിണിക്ക് തിരുവാതിര, പൂയം, മകം, മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാരൊക്കെ പ്രതികൂലങ്ങളാണ്. ഇനി അടുത്തത് നമുക്ക് മകയിര നാളിനെക്കുറിച്ച് നോക്കാം. മകയിര നാളിന് ഉണർദം, ആയില്യം, പൂരം, മൂലം, പൂരാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാരൊക്കെ മകയിരത്തിന് പ്രതികൂലമാണ്. ഇനിയിപ്പോൾ തിരുവാതിര നാളിലെന്ന് പറഞ്ഞാൽ പൂയം, മകം, ഉത്രം, തിരുവോണം എന്നീ നാളുകാർ പ്രതികൂലങ്ങളാണ്. ഇനി അടുത്തത് ഉണർന്ന നാളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആയില്യം, പൂരം, അത്തം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാരൊക്കെയാണെന്നുണ്ടെങ്കിൽ പുണർദത്തിന് പ്രതികൂല നാളുകാരാണ്. ഇനി അടുത്തത് നമുക്ക് പൂയം നാളിനെ കുറിച്ച് നോക്കാം. പൂയം നാളിന് മകമെ, ഉത്രമെ, ചിത്തിര, പൂരുട്ടാതി, ചതയം എന്നീ നാളുകാരാണെന്നുണ്ടെങ്കിൽ പ്രതികൂലങ്ങളാണ്. ഇനി അടുത്തത് നമ്മൾക്ക് ആയില്യത്തിനെ കുറിച്ച് പറയാം. ആയില്യത്തിന് പൂരം, അത്തം, ചോതി, പൂരുട്ടാതി എന്നീ നാളുകാർ പ്രതികൂലങ്ങളാണ്. ഇനി അടുത്തത് മക നാളിനെ കുറിച്ചാണ്. മകത്തിന് ഉത്രം, ചിത്തിര, വിശാഖം, രേവതി, ഉത്രട്ടാതി എന്നീ നാളുകാർ പ്രതികൂലങ്ങളാണ്. ഇനി പൂരത്തിനെ കുറിച്ചാണ് പറയുന്നത്. പൂരം നാളിന് അത്തം, ചോതി, അനിഴം, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർ പ്രതികൂലങ്ങളാണ്. ഇനി അടുത്തത് നമുക്ക് ഉത്രം നാളിനെ കുറിച്ച് പറയാം. ഉത്രം നാളിനെന്ന് പറഞ്ഞാൽ ചിത്തിര, വിശാഖം, തൃക്കേട്ട, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി അതുപോലെ ഈ നാളുകാരൊക്കെ അവർക്ക് പ്രതികൂലങ്ങളാണ്. ഇനി അടുത്തത് നമുക്ക് ഉത്രം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് അത്തം നാളിനെ കുറിച്ചാണ്. അത്തം നാളിനെന്ന് പറഞ്ഞാൽ ചോതിയെ, അനിഴമെ, മൂലമെ, അശ്വതിയെ, ഭരണിയെ, കാർത്തിക ഈ നാളുകാരൊക്കെ അത്തം നാളുകാർക്ക് പ്രതികൂലങ്ങളാണ്. അടുത്തത് നമുക്ക് വരുന്നത് ചിത്തിര നാളിനെ കുറിച്ച്. ചിത്തിര നാളെന്ന് പറയുന്നത് വിശാഖമെ, കേട്ട, പൂരാടം, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി ഈ നാളുകാരൊക്കെ അവർക്ക് ചിത്തിര നാളുകാർക്ക് പ്രതികൂലങ്ങളാണ്. ഇനി ചോതി നാളിനെ കുറിച്ച് നമ്മൾക്ക് നോക്കാം. ചോദിക്കാണെന്നുണ്ടെങ്കിൽ അനിഴമേ, മൂലം, ഉത്രാടം, കാർത്തിക, രോഹിണി ഈ നാളുകാരൊക്കെ ചോതി നാളിന് പ്രതികൂലങ്ങളാണ്. ഇനി വിശാഖത്തിന് നമ്മൾക്ക് നോക്കാം. വിശാഖ നാളിന് തൃക്കേട്ട, പൂരാടം, തിരുവോണം അതുപോലെ തന്നെ തിരുവോണം, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര കേട്ടോ. കാർത്തിക നാളും ഉൾപ്പെടുന്നുണ്ട് അവസാന 3 പാദങ്ങൾ. അപ്പോൾ ഈ നാളുകാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രതികൂലങ്ങളാണ്. ഇനി അടുത്തത് അനിഴത്തിന് മൂലം, ഉത്രാടം, അവിട്ടം, മകയിരം, തിരുവാതിര, പുണർദം ഈ നാളുകാരൊക്കെ പ്രതികൂലങ്ങളാണ്. ഇനിയിപ്പോൾ തൃക്കേട്ടയ്ക്ക് പൂരാടം, തിരുവോണം, ചതയം, മകയിരം, തിരുവാതിര, പുണർദം ഇങ്ങനെയുള്ള ഈ നാളുകാരൊക്കെയാണെങ്കിൽ പ്രതികൂലങ്ങളാണ്. ഇനിയിപ്പോൾ മൂലം നാളിനെ കുറിച്ച് നോക്കാം. നമ്മൾക്ക് മൂലത്തിനാണെന്നുണ്ടെങ്കിൽ ഉത്രാടം, അവിട്ടം, പൂരുട്ടാതി, പുണർദം, പൂയം, ആയില്യം ഈ നാളുകാരൊക്കെ അവർക്ക് പ്രതികൂലങ്ങളാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാൻ പോകുന്നത് പൂരാടത്തിനെ കുറിച്ചാണ്. പൂരാടം നാളിന് പ്രതികൂലമായിട്ടുള്ള നാളെന്ന് പറയുന്നത് തിരുവോണമേ, ചതയമേ, ഉത്രട്ടാതി, പൂയം, പുണർദം, ആയില്യം ഈ നാളുകാരൊക്കെ പൂരാടംകാർക്ക് പ്രതികൂല നാളുകാരാണ്. ഇനി അടുത്തത് ഉത്രാടം നാളിനെ കുറിച്ചാണ് പറയുന്നത്. ഉത്രാടം നാളിനാന്നുണ്ടെങ്കിൽ അവിട്ടം, രേവതി, പൂരുട്ടാതി, പുണർദം, പൂയം, മകം, പൂരം, ഉത്രം, ആയില്യം ഈ നാളുകാരൊക്കെ ഉത്രാടംകാർക്ക് പ്രതികൂല നാളാണ്. അടുത്തത് നമുക്ക് നോക്കാൻ പോകുന്നത് തിരുവോണം നാളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. തിരുവോണത്തിന് ചതയം, ഉത്രട്ടാതി, മകം, അശ്വതി, പൂരം, ഉത്രം എന്നീ നാളുകാർ തിരുവോണംകാർക്ക് പ്രതികൂലമാണ്. ഇനിയിപ്പോൾ അടുത്തത് പറയാൻ പോകുന്നത് അവിട്ടം നാളിനെ കുറിച്ചാണ്. അവിട്ടം നാളുകാർക്കാണെന്നുണ്ടെങ്കിൽ ഭരണി, ഉത്രട്ടാതി, രേവതി, അവിട്ടം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര ഈ നാളുകാരൊക്കെ പ്രതികൂലങ്ങളാണ്. ഇനിയിപ്പോൾ ചതയം നാളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചതയത്തിനാണെന്നുണ്ടെങ്കിൽ ഉത്രട്ടാതിയെ, അശ്വതിയെ, കാർത്തിക അതുപോലെ തന്നെ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര ഇത്രയും
ഈ നാളുകാരൊക്കെ പ്രതികൂലങ്ങളാണ്. ഇനി പൂരുട്ടാതി നാളിനെ കുറിച്ചാണ് ഞാൻ അടുത്ത പറയുന്നത്. പൂരുട്ടാതി നാളിനാണെന്നുണ്ടെങ്കിൽ രേവതിയെ, രോഹിണിയെ, ഭരണിയെ, അത്തമെ, ചിത്തിര, ചോതി, വിശാഖം ഈ നാളുകാരൊക്കെ അവർക്ക് പ്രതികൂലങ്ങളാണ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഉത്രട്ടാതി നാളിനെ കുറിച്ചാണ് പറയുന്നത്. ഉത്രട്ടാതി നാളിനാണെന്നുണ്ടെങ്കിൽ അശ്വതിയെ, കാർത്തികയെ, മകയിരം, ചിത്തിര, ചോതി, ഉത്രട്ടാതിക്കാരെ ഇതൊക്കെ പ്രതികൂലങ്ങളാണ്. ഇവർക്ക് ഈ നാളുകാർക്കൊക്കെ പ്രതികൂലമായിട്ടുള്ള നാളാണ്. ഇനി അടുത്തത് പറയുന്നത് രേവതി നക്ഷത്രത്തെക്കുറിച്ചാണ്. രേവതിക്ക് ഭരണിയെ, രോഹിണിയെ, തിരുവാതിര, ചിത്തിര, ചോതി, വിശാഖം എന്നീ നാളുകാരൊക്കെ ഇവർക്ക് പ്രതികൂല നാളുകാരാണ് കേട്ടോ. ഈ നാളുകാർ നമ്മൾക്ക് ഇതൊക്കെ കുറച്ചൊക്കെ നോക്കി നടത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വിവാഹത്തിലൊക്കെ ഒഴിവായി കിട്ടുന്നതാണ്. പിന്നെ എല്ലാവരും ഒക്കെ ഈ വീഡിയോ ഒക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോ ഒക്കെ എല്ലാവരും ഒക്കെ എന്നെ ഈ വീഡിയോ ഒക്കെ കണ്ടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.